ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പാവയ്ക്ക ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഞാൻ ചെറിയ സൈസിലുള്ള ഒരു പാവയ്ക്ക ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെയാണ് അരിഞ്ഞെടുക്കാനുള്ളത്. കനം കൂട്ടി കട്ട് ചെയ്യാനും പാടില്ല, തീരെ കനം കുറച്ച് കട്ട് ചെയ്യാനും പാടില്ല. ഇതിൻ്റെ നടുവിൽ സ്പോഞ്ച് പോലുള്ളൊരു ഭാഗം കാണും, അതെടുത്ത് കളയണമെന്നില്ല. എന്നാൽ അതിൽ പാവയ്ക്കയുടെ കുരു ഉണ്ടാകും, അതെടുത്ത് മാറ്റുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വിനാഗിരി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അല്പം നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതിയാവുന്നതാണ്. ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അരപ്പൊന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടി മാത്രമേ വെള്ളം ചേർക്കാവൂ, വെള്ളം കൂടി പോകാൻ പാടില്ല. ഇത് അല്പം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവുന്നതാണ്. ഇത് ഡീപ് ഫ്രൈ അല്ല ഞാൻ ചെയ്യുന്നത്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ പാവയ്ക്ക ഒന്നൊന്നായി ഇട്ട് കൊടുക്കാം. ഇത് ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇവിടെ പാവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.